ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 43. ഇസ്രായേലിൻ്റെ തിരിച്ചുവരവ്. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിൻ്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. നിൻ്റെ മോചനദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേബായും ഞാൻ കൊടുത്തു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിൻ്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്ക് നിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും. പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുത് എന്നും ഞാൻ ആജ്ഞാപിക്കും. ദൂരത്തുനിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് പുത്രിമാരെയും കൊണ്ടുവരുവിൻ. എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവരും എൻ്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നവരുമായ എല്ലാവരെയും കൊണ്ടുവരുവിൻ. കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുകയും ചെവിയുണ്ടായിട്ടും കേൾക്കാതിരിക്കുകയും ചെയ്യുന്നവരെ കൊണ്ടുവരുവിൻ. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് കൂടട്ടെ, എല്ലാ ജനതകളും അണിനിരക്കട്ടെ. അവരിൽ ആർക്ക് ഇത് പ്രഖ്യാപിക്കാനും മുൻകാര്യങ്ങൾ വെളിപ്പെടുത്താനും കഴിയും? തങ്ങളെ ന്യായീകരിക്കാൻ അവർ സാക്ഷികളെ കൊണ്ടുവരട്ടെ. അവർ ഇത് കേൾക്കുകയും സത്യമാണെന്ന് പറയുകയും ചെയ്യട്ടെ. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. എന്നെ അറിഞ്ഞ് വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തെരഞ്ഞെടുത്ത ദാസൻ. എനിക്ക് മുൻപ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. ഞാൻ തന്നെയാണ് കർത്താവ്. ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. അന്യദേവന്മാരല്ല, ഞാൻ തന്നെയാണ് പ്രസ്താവിക്കുകയും പ്രഘോഷിക്കുകയും രക്ഷിക്കുകയും ചെയ്തത്. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാനാണ് ദൈവം, ഇനിയും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. എൻ്റെ പിടിയിൽ നിന്ന് ആരെങ്കിലും വിടുവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. എൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ ആർക്ക് കഴിയും? നിങ്ങളുടെ രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബാബിലോണിലേക്ക് ആളയക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും. കൽദായരുടെ വിജയാട്ടഹാസം വിലാപമായി തീരും. ഇസ്രായേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ. സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും രഥം, കുതിര, സൈന്യം, പടയാളികൾ എന്നിവ കൊണ്ടുവരുന്നവനുമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, എഴുന്നേൽക്കാനാവാതെ ഇതാ അവർ കിടക്കുന്നു. അവർ പടുതിരി പോലെ അണഞ്ഞുപോകും. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടകപക്ഷികളും എന്നെ ബഹുമാനിക്കും. എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ച് തിരഞ്ഞെടുത്ത ജനത്തിന് ദാഹജലം നൽകാൻ മരുഭൂമിയിൽ ജലവും വിജനദേശത്ത് നദികളും ഞാൻ ഒഴുക്കി. നന്ദി കെട്ട ജനം. എന്നിട്ടും യാക്കോബേ, നീ എന്നെ വിളിച്ചപേക്ഷിച്ചില്ല. ഇസ്രായേലെ, നീ എൻ്റെ നേരെ മടുപ്പ് കാണിച്ചു. നിങ്ങൾ ആടുകളെ ദഹനബലിക്കായി എൻ്റെ സന്നിധിയിൽ കൊണ്ടുവരികയോ ബലികളാൽ എന്നെ ബഹുമാനിക്കുകയോ ചെയ്തില്ല. കാഴ്ചകൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെ ഭാരപ്പെടുത്തുകയോ ധൂപാർച്ചനയ്ക്ക് വേണ്ടി ബന്ധപ്പെടുത്തുകയോ ചെയ്തില്ല. നീ പണം മുടക്കി എനിക്കായി കരിമ്പ് വാങ്ങ. ബലിമൃഗങ്ങളുടെ മേധസ്സുകൊണ്ട് എന്നെ തൃപ്തനാക്കിയില്ല. മറിച്ച് പാപങ്ങളാൽ നിങ്ങൾ എന്നെ ഭാരപ്പെടുത്തുകയും അകൃത്യങ്ങളാൽ എന്നെ മടുപ്പിക്കുകയും ചെയ്തു. എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. നീ എന്നെ ഓർമ്മിപ്പിക്കുക. നമുക്ക് ന്യായം പരിശോധിക്കാം. നിന്നെ നീതീകരിക്കുന്ന നിന്റെ ന്യായങ്ങൾ ഉന്നയിക്കുക. നിന്റെ ആദ്യ പിതാവ് പാപം ചെയ്തു. നിന്റെ വക്താക്കൾ എനിക്കെതിരെ പ്രവർത്തിച്ചു. നിന്റെ പ്രഭുക്കന്മാർ എൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കി. അതുകൊണ്ട് യാക്കോബിനെ പരിപൂർണനാശത്തിനും ഇസ്രായേലിനെ നിന്ദയ്ക്കും ഞാൻ വിട്ടുകൊടുത്തു. പ്രിയ ദൈവജനമേ, ബാബിലോണിയൻ പ്രവാസത്തിൻ്റെ കഠിനമായ വേദനയിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനതയ്ക്കായി ദൈവം നൽകുന്ന അതിശക്തമായ പ്രത്യാശയുടെ സന്ദേശമാണ് 43-ാം അധ്യായത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം. അസീറിയൻ ഭീഷണിക്ക് ശേഷം
ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ട ജനത തങ്ങളെ ദൈവം കൈവിട്ടു എന്ന് കരുതിയിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ വചനങ്ങൾ മുഴങ്ങിക്കേൾക്കുന്നത്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന വലിയ വാഗ്ദാനത്തിലൂടെ ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന ഉറപ്പ് ഈ 43-ാം അധ്യായത്തിൻ്റെ കേന്ദ്ര സന്ദേശമാണ്. കർത്താവ് തൻ്റെ ജനത്തെ പേര് ചൊല്ലി വിളിക്കുന്നുവെന്നും അവർ അവിടത്തേക്ക് അമൂല്യരാണെന്നും പ്രവാചകൻ ഇവിടെ എടുത്തു പറയുന്നു. അതേ സഹോദരങ്ങളെ, ഈച്ച് വൺ ഓഫ് us, you and I, are precious and invaluable before our Lord, our Father. ഈ പ്രവചനം കോറേശ് രാജാവിൻ്റെ കാലത്ത് പ്രവാസികൾക്ക് വിമോചനം ലഭിക്കുന്നതിലൂടെ അക്കാലത്ത് ഭാഗികമായി പൂർത്തീകരിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് ചരിത്ര പശ്ചാത്തലം. ദൈവം തൻ്റെ ജനത്തെ അഗ്നിയിലൂടെയും വെള്ളത്തിലൂടെയും കടത്തിവിടുമ്പോഴും കൂടെയുണ്ടാകുമെന്ന വാഗ്ദാനം ഓരോ വിശ്വാസിക്കും വലിയ കരുത്താണ്. അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക എന്നതാണല്ലോ കർത്താവ് ആവർത്തിച്ച് നമ്മോട് പറയുന്നത്. ചരിത്രത്തിൻ്റെ ഈ നിർണായക ഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ഏക വിമോചകൻ ദൈവമാണെന്ന് പ്രവാചകൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. പ്രവാസത്തിൻ്റെ ഇരുളടഞ്ഞ നാളുകളിൽ പ്രത്യാശയുടെ ഈ കനൽ ജ്വലിപ്പിച്ചത് ഏശയ്യാ പ്രവാചകൻ്റെ പ്രവചനങ്ങളായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഈ അധ്യായത്തിൽ വെളിവാകുന്ന ഏശയ്യാ പ്രവാചകൻ്റെ സ്വഭാവം ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങിയ ധീരനായ ഒരു ഇടയൻ്റേതാണ്. കഠിനമായ പീഡനങ്ങളുടെ മധ്യത്തിലും പതറാതെ തളരാതെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം ഏശയ്യാ പ്രവാചകൻ പ്രകടമാക്കുന്നുണ്ട്. തൻ്റെ ജനം നേരിടുന്ന ശിക്ഷ ദൈവത്തോടുള്ള അവരുടെ അവിശ്വസ്തതയുടെ പരിണത ഫലമാണെന്ന് തിരിച്ചറിയുമ്പോഴും ദൈവത്തിൻ്റെ നിരുപാധികമായ സ്നേഹത്തെ, അൺകണ്ടീഷണൽ ലവ് ഓഫ് ആബാ ഫാദർ, പ്രവാചകൻ ഇവിടെ ഉയർത്തിക്കാട്ടുന്നു. പാപത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ഗൗരവമായി സംസാരിക്കുമ്പോഴും അത് നശിപ്പിക്കാനല്ല, പ്രത്യുത വിശുദ്ധീകരിക്കാനാണെന്ന് ഏശയ്യാ പഠിപ്പിക്കുന്നു. നമ്മളുടെ ജീവിതത്തിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, മുന്നേ അനുഭവിച്ച നമ്മളുടെ കഷ്ടതകൾ, വേദനകൾ, നമ്മളുടെ രോഗപീഠകളൊക്കെ ഇതുപോലെ വിശുദ്ധീകരണത്തിൻ്റെ പാതയായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. നീതിയുടെയും സത്യത്തിൻ്റെയും വക്താവായി നിന്നുകൊണ്ട് വരാനിരിക്കുന്ന പുതിയ കാര്യങ്ങളെ നോക്കി പാർക്കാൻ പ്രവാചകൻ ജനത്തെ അന്ന് പ്രേരിപ്പിച്ചിരുന്നു. ഇന്ന് നമ്മയും പഴയ കാര്യങ്ങൾ മറക്കാനും ദൈവം ചെയ്യുന്ന പുതിയ പ്രവൃത്തികളിൽ വിശ്വസിക്കാനും ആവശ്യപ്പെടുന്ന ഏശയ്യാ പ്രവാചകൻ വലിയൊരു ആത്മീയ ദീർഘവീക്ഷണമാണ് പുലർത്തുന്നത്. ഇസ്രായേലിൻ്റെ വിശുദ്ധൻ തങ്ങളുടെ കൂടെയുണ്ടെന്ന ഉറച്ച ബോധ്യം പ്രവാചകൻ്റെ വാക്കുകളിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നു. പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ നൽകുന്ന ഒരു ദൈവദാസനായി ഏശയ്യാ പ്രവാചകൻ ഇവിടെ വ്യത്യസ്തനായി നിൽക്കുന്നത് നമുക്ക് കാണാം. അടിയുറച്ച വിശ്വാസവും ദൈവത്തോടുള്ള ഭക്തിയും പ്രവാചകൻ്റെ ഓരോ വരികളിലും സ്പഷ്ടമാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും, നിങ്ങൾക്കും എനിക്കും ഇന്ന് ഒരു വലിയ പാഠമാണ്. പ്രിയ ദൈവജനമേ, സമകാലിക വിശ്വാസികളായി നമുക്ക് ഈ അധ്യായം നൽകുന്ന പ്രായോഗിക പാഠങ്ങൾ വളരെ വളരെ വലുതും അത്യന്തം ഗഹനവുമാണ്. നമ്മളിന്ന് നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ രോഗപീഠകളോ മാനസിക സംഘർഷങ്ങളോ എന്തു തന്നെ ആയാലും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന ദൈവവചനം നമുക്ക് വലിയ ആശ്വാസം പകരട്ടെ. ആധുനിക ലോകത്തിലെ ചതികുഴികളിലും പരീക്ഷണങ്ങളിലും ചതികളിലും വീണു പോകാതെ നമ്മെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന ബോധ്യം ഈ വചനം നൽകുന്നു. പാപത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നമ്മുടെ ജീവിതത്തെ വിശദീകരിക്കാൻ സഹായിക്കുന്നു. കരുണയുടെ കടലായ ദൈവം നമ്മുടെ തെറ്റുകളെ ഓർക്കാതെ നമ്മെ സ്വീകരിക്കാൻ എപ്പോഴും തയ്യാറാണ് എന്നത് വലിയൊരു സുവിശേഷമാണ്. അത് ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നാം തിരിച്ചറിയുകയും ചെയ്യുന്നു. വെള്ളത്തിലൂടെ നടക്കുമ്പോൾ മുങ്ങിപ്പോകില്ലെന്നും തീയിലൂടെ നടക്കുമ്പോൾ പൊള്ളിപ്പോകില്ല എന്നുമുള്ള വാഗ്ദാനം നമ്മുടെ ദൈനംദിന പോരാട്ടങ്ങളിൽ വലിയ ധൈര്യം പകരുന്നു. ദൈവത്തെ ആരാധിക്കാനും അവിടുത്തെ മഹത്വപ്പെടുത്താനുമാണ് നാം സൃഷ്ടിക്കപ്പെട്ടതെന്ന വലിയ സത്യം പ്രവാചകൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സഹോദര സഹോദരി,
നമ്മൾ എത്രമാത്രം ഒറ്റപ്പെട്ടവരാണെന്ന് കരുതിയാലും ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മൾ വിലപ്പെട്ടവരാണ്, നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് വലിയൊരു ആത്മീയ വിപ്ലവമാണ്. ഈ ലോകത്തിലെ താൽക്കാലിക സുഖങ്ങളെക്കാൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാൻ ഈ 43-ാം അധ്യായം എന്നെയും നിങ്ങളെയും നമ്മൾ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു. കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിനായുള്ള ഒരുക്കത്തിനും ഈ അധ്യായം നമ്മെ ശക്തമായി പ്രേരിപ്പിക്കുന്നുണ്ട്. പുതിയൊരു ലോകവും പുതിയൊരു ജീവിതവും വാഗ്ദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി നാം എപ്പോഴും ജാഗ്രതയോടെ കാത്തിരിക്കണം. കർത്താവിൻ്റെ വരവിൽ അവിടുത്തെ മുൻപിൽ നിർമ്മലരായി നിൽക്കാൻ പാപങ്ങളേറ്റു പറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഈ ലോകത്തിലെ പീഡനങ്ങൾക്കിടയിലും ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിച്ചറിഞ്ഞ് കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം പ്രത്യാശയോടെ ഇന്നും വീണ്ടും തന്നിരിക്കുന്ന ഈ മനോഹരമായ ദിവസത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരുങ്ങണം. ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു എന്ന വചനം ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ മടങ്ങി വരവിനെയാണ് ആത്മീയമായി സൂചിപ്പിക്കുന്നത്. അന്ന് എല്ലാ കണ്ണുനീരും തുടയ്ക്കപ്പെടുമെന്നും നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി എന്നേക്കും വസിക്കും എന്നുമുള്ള ബോധ്യം നമുക്കുണ്ടാകണം. വരാനിരിക്കുന്ന ന്യായവിധിയെ ഭയത്തോടെയല്ല, മറിച്ച് പ്രത്യാശയോടെയും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെയും നേരിടാൻ നാം പരിശീലിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും സാക്ഷികളായി മാറണം എന്നത് ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു വെല്ലുവിളിയും ഉത്തരവാദിത്വവുമാണ്. അതിനാൽ നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം. ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ അവിടുന്ന് നിറവേറ്റുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രിയപ്പെട്ട യാഗബലിയായി സമർപ്പിച്ചുകൊണ്ട് ആ പ്രകാശപൂർണമായ നിത്യതയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കും എന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. അതിന് ഞാൻ മുന്നേ കൂട്ടി നന്ദി പറയുകയാണ്. കർത്താവ് നൽകിയ സ്വരം കർത്താവിനെ മാത്രം മഹത്വപ്പെടുത്താനായിട്ട് ഞാൻ ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.